Hello guys, welcome to Cinebus Malayalam. Big Boss Malayalam Season 8 അഗ്നിപരീക്ഷ എപ്പിസോഡ് 12ന്റെ റിവ്യൂമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണം ആഘോഷിക്കുന്ന എല്ലാവരും നല്ല രീതിയിൽ ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. സദ്യയൊക്കെ കഴിച്ചിട്ടുണ്ടാവും. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണം ആശംസിക്കുന്നു. സോ നമ്മളുടെ ഒരു ഇന്നത്തെ എപ്പിസോഡും അഗ്നിപരീക്ഷയുടെ എപ്പിസോഡും ഓണാഘോഷ മോഡിലാണ്. അപ്പം ആദ്യം തന്നെ കണ്ടസ്റ്റൻസ് റെനീഷയും പൂക്കളമൊക്കെ ഇട്ടുകൊണ്ട് ആണ് ആ ഒരു ഇൻട്രൊഡക്ഷൻ തുടങ്ങുന്നത് തന്നെ. അപ്പം എല്ലാവരും നല്ല ഭംഗിയായിട്ട് നല്ല സുന്ദരന്മാരും സുന്ദരികളുമായിട്ടുണ്ട്. നല്ല ഓണം എറ്റാറിലൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ജഡ്ജസ് വരുന്നു. അവർ നല്ല ഭംഗിയായിട്ട് രഞ്ജിനിയൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരും ആണെന്നുണ്ടെങ്കിൽ ആദ്യം ജഡ്ജസിനോട് അവരുടെ ഓണം എക്സ്പീരിയൻസ്, അവരുടെ ചെറുപ്പകാലത്തുള്ള എക്സ്പീരിയൻസിനെ പറ്റി, ഓണത്തിന്റെ എക്സ്പീരിയൻസിനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അഖിൽമാരൊക്കെ പറയുന്നുണ്ട് പുള്ളിയാണെങ്കിലും പല കാര്യങ്ങളും പഠിച്ചത്, അതായത് ബിഗ് ബോസിലൊക്കെ ടാസ്കുകളൊക്കെ കളിക്കാൻ വേണ്ടിയുള്ള എല്ലാ മറ്റേ ഇനിഷ്യൽ പാഠങ്ങളൊക്കെ ഇതുപോലുള്ള ഓണത്തിന്റെ പല ക്ലബ്ബുകളിൽ പല മത്സരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെയാണ് പുള്ളിക്ക് അതിന്റെ ആദ്യ അടവുകൾ കിട്ടിയിട്ടുള്ളതെന്നാണ് പുള്ളി പറയുന്നത്. പിന്നെ രഞ്ജിനിയുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളും ഇപ്പം എങ്ങനെ ഓണം ആഘോഷിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. റിയാസ് അതുപോലെ റിയാസിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോ കണ്ടസ്റ്റൻസും അവരുടെ ഓണത്തിനെ പറ്റിയുള്ള ഓർമ്മകളും ഒക്കെ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാവരും അതിനകത്ത് ഓരോ കണ്ടസ്റ്റൻസും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. റിനീഷ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു സെഗ്മെന്റ് അങ്ങനെ പോയി എല്ലാവരും അവരുടെ ഒരു ഓണം മൂഡിലുള്ള ഓണം എക്സ്പീരിയൻസ് പറഞ്ഞുകൊണ്ടാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത് അവർക്കുള്ള ടാസ്ക് എന്ന് പറയുന്നത് വള്ളംകളി ടാസ്ക് ആണ്. അപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ 3 ക്യാപ്റ്റന്മാരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഒന്ന് ലൊലിറ്റ ഒന്ന് തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ 2 ഇന്നലെ ഇൻഫിനിറ്റി പെന്നിന് കിട്ടിയിട്ടുള്ള എൽദോയും ഷിജിലാലും. അപ്പോൾ ഇവര് 3 പേരുമാണ് 3 ക്യാപ്റ്റൻസ്. അപ്പോൾ 3 പേർക്ക് ടീം. അപ്പോൾ അവർ 4 പേര് വീതമുള്ള 3 ടീമുകളുണ്ട്. മൊത്തം 12 പേരാണല്ലോ. അങ്ങനെ 3 ടീമുണ്ട്. ഈ 3 ടീമുകളും മറ്റേ നമ്മളുടെ ടാസ്ക് എന്ന് പറയുന്നത് വള്ളംകളിയാണ്. അപ്പോൾ ഈ വള്ളം പോലൊരു ഇതുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് ഈ PVC പൈപ്പ് ഉണ്ട്. PVC പൈപ്പിന്റെ മണ്ടയിലാണ് ഈ വള്ളം പോലുള്ളത്. എന്നിട്ട് ഇവർക്ക് ഇങ്ങനെ തുഴയാനുള്ള ഒരു സാധനമുണ്ട്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ കൂടി ഇങ്ങനെ നിരങ്ങി മുന്നോട്ട് പോകണം. മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും ബാക്കിൽ അപ്പോൾ ഇങ്ങനെ ഈ PVC പൈപ്പിന് മുന്നേ മുകളിൽ കിടന്ന് നീങ്ങുമ്പോൾ ബാക്കിൽ ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്നതോറും പുറകിൽ വരുമല്ലോ. പുറകിലുള്ളത് പെട്ടെന്ന് എടുത്തിട്ട് പുറകിരിക്കുന്ന ആൾ ഏറ്റവും ഫ്രണ്ടിൽ കൊടുത്തിട്ട് അപ്പോൾ ഫ്രണ്ടിലുള്ള ആൾ ആ ഫ്രണ്ടിലോട്ട് വെച്ച് വീണ്ടും തള്ളുമ്പോൾ ആ ഫ്രണ്ടിലുള്ള പൈപ്പിലേക്ക് പോയി അങ്ങനെ മുന്നോട്ട് നീങ്ങുന്നത്. അപ്പം അങ്ങനെയാണ് ഈ ഒരു ബോട്ട് റേസ് തുടങ്ങേണ്ടത്. അപ്പം അതാണെന്നുണ്ടെങ്കിൽ 3 ടീമും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കളിച്ചു. പക്ഷേ ഏറ്റവും നന്നായിട്ട് കളിച്ചതെന്ന് പറഞ്ഞാൽ കുറച്ച് ടാക്ടിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് കളിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷാമോന്റെ ഒക്കെ ടീമാണ് അത് വിജയിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് അതിന്റെ തുഴയുന്നതൊക്കെ അതിന്റെ ഒരു ഇതിലും, അതുപോലെ തന്നെ മറ്റേ അതിനനുസരിച്ച് അവർ പാട്ട് പാടിക്കൊണ്ട് തുടങ്ങി. അപ്പോൾ അത് മറ്റേ അപ്പോൾ ഇതൊക്കെ പറയുന്ന സമയത്ത് അതിനനുസരിച്ച് ഒരുമിച്ച് എല്ലാവരും കൂടെ. അപ്പോൾ നമ്മളിപ്പം ഈ നമ്മളുടെ ബോർഡ് റേസിന്റെ മത്സരങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന്റെ ഒരു പാട്ടിന്റെ താളത്തിലാണ് അവർ പറയുന്നത്. എന്നിട്ട് ഒരു പ്രത്യേക ഇത് വരുമ്പോൾ അവർ അതിനനുസരിച്ച് തുഴഞ്ഞ് അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സിമിലർ വേ അപ്പോൾ അവർ ആ ഒരു മെക്കാനിസം എടുത്തു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ട് പേര് നമ്മളുടെ എന്താ പാഡിൽസ് ഉണ്ടല്ലോ, എന്താ നമ്മുടെ തുഴ ഇങ്ങനെ ഇത് ചെയ്യും, ബാക്കി ഫ്രണ്ടിലും ബാക്കിലുള്ള ആൾക്കാർ ഇങ്ങനെ മുന്നോട്ട് വയ്ക്കും. അപ്പോൾ അങ്ങനെ അതിനകത്തിൽ അത് കഴിഞ്ഞിട്ട് അപ്പൊ ഏറ്റവും ഷോർട്ടസ്റ്റ് ടൈമിൽ ഇവരൊരു ഡെസ്റ്റിനേഷനിൽ നിന്ന് മറ്റൊരു ഡെസ്റ്റിനേഷൻ എത്തും. അപ്പൊ ഇങ്ങനെ 3 ടീമും ഓരോ ഇതായിട്ട് വന്ന് കളിച്ചു. അപ്പൊ അങ്ങനെ ഷാമോന്റെ ഒക്കെ ടീമാണ് വിജയിക്കുന്നത്. അപ്പം എല്ലാ ജഡ്ജസ് അവരെ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനകത്തില് ഷാമോന്റെ ടീമിൽ ഷാമോനാണ് ആ ഒരു കൂടുതൽ എഫേർട്ട് ഇട്ടത്. അപ്പൊ ഷാമോനാണ് ഇൻഫിനിറ്റി പെൻഡന്റ് ലഭിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഓരോരുത്തരും ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി പറഞ്ഞല്ലോ നമ്മളുടെ ഈ ഒരു എന്താ ഇങ്ങനെ ഈ ഒരു പിന്നെ ഓണം റിലേറ്റഡ് ഉള്ള ഒരു എന്താ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെയാണ് കൂടുതലും നടന്നത്. അത് കഴിഞ്ഞിട്ട് ഷാമോനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടിയോണ്ട് മൈറ്റെയും സെഗ്മെന്റ് ഇന്ന് ഷാമോനാണ് കിട്ടിയത്. അപ്പൊ ഷാമോനാണെന്നുണ്ടെങ്കിൽ വന്ന് അത്യാവശ്യം നന്നായിട്ട് ഒരു തുടക്കവും എൻഡും എല്ലാവരെയും അഡ്രസ് ചെയ്തു, ജഡ്ജസിനെ അഡ്രസ് ചെയ്തു, എല്ലാവരെയും കാര്യങ്ങൾ, അവരുടെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് അങ്ങനെ എല്ലാം പുള്ളിക്കാരൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു പറയുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരെ പോയിന്റ് ഔട്ട് അതിന്റെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് എല്ലാം പോയിന്റ് ഔട്ട് ചെയ്തിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് പറഞ്ഞു. പക്ഷെ ലാസ്റ്റിൽ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഷാമുമായിട്ട് ഒരു ഉടക്കം വന്നു. ഷാമിനെ പുള്ളി അതിന് മുന്നേ എൽദോ ഇന്ന് തലേദിവസം കഴിഞ്ഞൊരു ടാസ്കിൽ ഇതുപോലെ പറഞ്ഞായിരുന്നല്ലോ, എന്താ പുള്ളിയാണെങ്കിൽ ലോവർ ക്ലാസ് ആണെന്നോ അങ്ങനെ എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു. അപ്പൊ അതിനെ കണ്ടിച്ചുകൊണ്ട് പുള്ളിയുടെ ഇപ്പൊ ആംബുലൻസ് ഡ്രൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ഇന്നൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സ്പെസിഫിക്കലി പറഞ്ഞ് എൽദോയെ കട്ട് ചെയ്യാൻ പുള്ളി നോക്കി. അതൊക്കെ ഓക്കെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് പക്ഷെ പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ടാസ്ക് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പം ശ്യാം അതിനകത്തിൽ എന്തോന്ന്
പിടിച്ചു. ഷ്യാമിന്റെ കാര്യം എന്തോ പറഞ്ഞപ്പോ അതായത് ഷ്യാം കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്നില്ല. അപ്പം അതിനുവേണ്ടി സംസാരിക്കുന്നില്ല. റിയാസൊക്കെയാണ് വന്ന സമയത്ത് റിയാസ് അതൊക്കെ സംസാരിച്ചു. പക്ഷെ ഷ്യാം ഒന്നും സംസാരിക്കുന്നില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അപ്പൊ അത് ജഡ്ജസ് ഇത് കയറി പിടിച്ചു. അപ്പം റിയാസിന് പറഞ്ഞു അത് ഓരോരുത്തരുടെ ചോയ്സ് ആണ്. അവർക്ക് പറയണോ വേണ്ടേ? ഇതിങ്ങനെ ഒരു പ്ലാറ്റ്ഫോം അല്ല. അത് പറയാൻ എല്ലാവർക്കും വന്നിട്ട് കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്തിട്ട് അങ്ങനെയാ ഇങ്ങനെയാണെന്ന് പറയേണ്ടുന്ന കാര്യമില്ല. പക്ഷെ അവർക്ക് പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയട്ടെ. അതല്ല നമ്മള് ഫോഴ്സ് ചെയ്തിട്ട് അല്ലെ നിങ്ങളിങ്ങനെ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്തിട്ട് വന്നതാണ്. നിങ്ങൾ പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഫോഴ്സ് ചെയ്ത് പറയേണ്ട കാര്യമില്ലെന്ന് റിയാസ് പറയുന്നു. അത് രഞ്ജിനി അത് പറയുന്നുണ്ട്. അത് ഷാമോൻ അത് പറയേണ്ട ഒരു കാര്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പുള്ളിക്ക് പറയണോ വേണ്ടയോ? ഇവര് എന്തായാലും ഒരു കണ്ടസ്റ്റന്റ് ആണ്. മനസ്സിലായോ? അപ്പൊ അന്നേരം അവർക്കത് പറയണ്ടെന്ന് തോന്നിയാൽ പറയണ്ട. അത്രേ ഉള്ളൂ. അത് അവര് എല്ലാവരും വന്ന് എല്ലാവരും വരുന്നവരല്ല അല്ലെ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്തിട്ട് സംസാരിക്കണം എന്ന് പറയുന്നത് അതൊരു പോയിന്റ് അല്ല എന്ന് അത് ജഡ്ജസ് പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു ചെറിയൊരു ഹീറ്റഡ് ആർഗ്യുമെന്റ് ഷാമോനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചവിടെ ഒന്ന് വന്നു. ബട്ട് അത് പിന്നെ ഓക്കെ ആയി. പിന്നെ അടുത്തെന്ന് പറയുന്നത് വടംവലിയാണ്. വടംവലി എന്ന് പറയുന്നത് നമ്മുടെ ജഡ്ജസ് ഉണ്ടല്ലോ. ജഡ്ജസിന്റെ 3 അല്ല 4 ടീം. ജഡ്ജസും റെനീഷയുടെ ടീമും. അപ്പൊ അങ്ങനെ എല്ലാരും ഓരോ ടീമായിട്ട് തിരിയുന്നുണ്ട്. അല്ല 4 ടീമായിട്ട് തിരിയുന്നുണ്ട് ഓരോരുത്തരുടെ ടീം. എന്നിട്ട് ഇപ്പം ആദ്യമാണെങ്കിൽ നമ്മുടെ റിയാസിന്റെ അഖിൽമാരാറിന്റെയും ടീമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വടം വലിക്കുന്നത്. അങ്ങനെ അഖിൽമാരാറിന്റെ ടീം മറ്റവരെ തൂത്ത് വലിച്ചെടുത്തോണ്ട് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ രഞ്ജിനിയുടെ ടീമും റെനീഷയുടെ ടീമാണ് മത്സരിക്കുന്നത്. അതിനകത്ത് രഞ്ജിനിയുടെ ടീം വിജയിച്ചു. പിന്നെ വേറൊരു ടാസ്ക് ഉണ്ടായിരുന്നു. അപ്പം ശരിക്കും ഈ വടംവലിയുടെ ടാസ്കിൽ വിജയിച്ചവർക്ക് ഒരു പഴംകൊലയാണ് നമുക്ക് സമ്മാനമായിട്ട് കിട്ടിയത്. അപ്പൊ രഞ്ജിനിയും അഖിൽമാരാന്റെ ടീമും ഒരുമിച്ചത് ഇത് ചെയ്തു. എന്താ നമ്മളെ ഉയർത്തി നമ്മുടെ സാധാരണ ഓണത്തിനൊക്കെ പരിപാടിക്ക് വടംവലിക്ക് ജയിച്ചു കഴിഞ്ഞാൽ കൊടുക്കുന്നതാണല്ലോ, ഒരു ട്രഡീഷൻ ആണല്ലോ ഈ മറ്റേ പഴത്തിന്റെ കൊല കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ അവരും കൊടുത്തു. പക്ഷേ ഇത് ഈ വടംവലിക്കൊക്കെ മുന്നേ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. അതായത് സുന്ദരിക്ക് പൊട്ടിടുക എന്ന് പറഞ്ഞിട്ട് ഒരു ഗെയിം ഉണ്ടല്ലോ. അപ്പൊ അത് രഞ്ജിനിയുടെ നല്ലൊരു ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് വന്നിട്ട് ആൾക്കാർ വന്ന് പൊട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ വിജയിച്ചത് ലൊലീറ്റയായിരുന്നു. ആ ലൊലീറ്റയെ വിജയിച്ചത് കൊണ്ടാണ് ലൊലീറ്റയെ ക്യാപ്റ്റൻ ആയി. അത് ആദ്യം പറയാൻ വിട്ടുപോയി. അതുകൊണ്ടാണ് ലൊലീറ്റയെ ക്യാപ്റ്റൻ ആയി. അതായത് എൽദോയും ഷിജ്ലാലിനെയും കൂടെ ലൊലീറ്റയും ആദ്യത്തെ മറ്റേ ബോർഡ് റേസിന്റെ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നല്ലോ. അപ്പൊ ആ ക്യാപ്റ്റൻ ആയതിന്റെ റീസൺ ഇതുകൊണ്ടാണ്. അതായത് ഈ സുന്ദരിക്ക് പൊട്ടുവിടൽ എന്ന് പറഞ്ഞ ആ പരിപാടിയിൽ പുള്ളിക്കാരി വിജയിച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് കൊണ്ട് തൊട്ടത് കൊണ്ടാണ്. ബാക്കി അപ്പൊ എല്ലാവരും അത് കളിച്ചായിരുന്നു. ലൊലിറ്റയാണ് ഏറ്റവും കൂടുതൽ അടുത്ത് പൊട്ടുവിട്ടത്. അത് കഴിഞ്ഞിട്ട് അഖിൽമാരാരും വന്നിട്ട് ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ യൂഷ്വൽ സംഭവത്തിൽ ഇങ്ങനെ കണ്ണൊക്കെ കെട്ടിയിട്ട് പുറം തിരിഞ്ഞ് നിന്നിട്ടൊക്കെ കുത്തി. പക്ഷെ അത് മൂക്കി കൊണ്ടുവന്ന് കുത്തിയെന്നേ ഉള്ളൂ. പക്ഷെ അത് ഫുള്ളി ഒരു ഫണ്ണി സെഗ്മെന്റ് ആയിരുന്നു. വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ലൈറ്റ് മൂഡിലായിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. അപ്പം കൂടുതലും എല്ലാം ചിരിച്ച് കളിച്ച് ഓണത്തിൻ്റെതായ ഒരു വൈബിലായിരുന്നു പോയത്. അപ്പം മറ്റേ ഇതിന് ഏതാ ബോർഡ് റേസിന് വിജയിച്ചവർക്ക് പായസമായിരുന്നു. ജഡ്ജസിന് കൊണ്ടുവന്ന് പായസമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ചിൽ മൂടിപ്പോയൊരു എപ്പിസോഡായിരുന്നു. അപ്പം ശരിക്കും അത് കഴിഞ്ഞിട്ട് ഈ ഒരു എപ്പിസോഡ് അങ്ങനെ എൻഡ് ആവുന്നുണ്ട്. അപ്പം നാളത്തെ ഒരു പ്രൊമോ കാണിക്കുന്നുണ്ട്. നാളത്തെ പ്രൊമോയിൽ ഷമോനൊക്കെ നല്ലതായിട്ട് ജഡ്ജസിന്റെ ഭാഗത്തു നിന്ന് കേൾക്കുന്നുണ്ട്. അതായത് പറയുന്നത് കേൾക്കുന്നില്ല, അനുസരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അത് അഖിൽ സാധാരണ അങ്ങനെ ഇതുവരെ അങ്ങനെ ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല. അതായത് പുള്ളി തിരിതായിട്ടൊക്കെ പറയുമെങ്കിലും ഏറ്റവും കൂടുതൽ സാധാരണ രഞ്ജിനിയോ അല്ലെങ്കിൽ റിയാസോ പറയുന്നത്. പക്ഷെ ഈ ഒരു ഇതിൽ അഖിൽമാരാർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്, രഞ്ജിനി ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പം എന്താണെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ഓണം. താങ്ക് യു.